എന്നാൽ ക്രിസംഗികൾ എന്ന് വിളിക്കപ്പെടുന്നവർ അണിനിരന്ന് കേരളത്തിലെ പല മണ്ഡലങ്ങളിലും നടത്തിയ സർജിക്കൽ സ്ട്രൈക്കാണ് പല ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിലും BJPക്കുണ്ടായ വോട്ട് വർധനയുടെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട കാരണം. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുവാനും അതുപോലെ തന്നെ BJPയുടെ വോട്ട് ഷെയർ കൂടുവാനുള്ള പ്രധാനപ്പെട്ട കാരണം ക്രൈസ്തവർ ഒന്നടങ്കം BJPയെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് എന്നാണ് ക്രൈസ്തവ ചാനലായിട്ടുള്ള ഷെയ്ക്കിന ടെലിവിഷൻ പറയുന്നത്. എന്തുകൊണ്ടാണ് ക്രൈസ്തവർ UDFനെയോ LDFനെയോ സപ്പോർട്ട് ചെയ്യാതെ BJPക്ക് വോട്ട് കൊടുത്തത് എന്തുകൊണ്ടാണ് എന്ന് ഷെയ്ക്കിന ടെലിവിഷൻ പറയുന്നുണ്ട്. തീവ്രവാദികളെ പിന്തുണയ്ക്കുന്ന ഇടത് വലത് പാർട്ടികളോട് ഇതൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇവിടെയുള്ള ഇടതുപക്ഷവും വലതുപക്ഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത് തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുകയും ക്രൈസ്തവ സമൂഹത്തെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയുമാണ്. അതുകൊണ്ടാണ് ക്രൈസ്തവ സമൂഹത്തെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന BJPക്ക് ഇവർ ക്രൈസ്തവ സമൂഹം വോട്ട് കൊടുത്തത് എന്നാണ് ഈ പറയുന്ന ഷെയ്ക്കിന ടെലിവിഷൻ പറയുന്നത്. എന്തായാലും അതൊരു ന്യായമായ കാരണമാണ്. കാരണം ഇടതും വലതും ഒക്കെ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്നു, അവർ ക്രൈസ്തവരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ക്രൈസ്തവരെ അങ്ങേയറ്റം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന BJPക്ക് തന്നെയല്ലേ ക്രൈസ്തവ സമൂഹം വോട്ട് കൊടുക്കേണ്ടത്? തീർച്ചയായിട്ടും ന്യായമായ കാര്യമാണ്. അപ്പോൾ ഈ പറയുന്ന BJP ക്രൈസ്തവരെ സ്നേഹിക്കുന്ന കുറച്ച് കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. സംഘപരിവാർ ക്രൈസ്തവരെ സ്നേഹിക്കുന്ന കാഴ്ച ഞാൻ കാണിച്ചു തരാമെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഞാൻ മണിപ്പൂരത്തെ കാഴ്ചകൾ കാണിച്ചു തരും എന്നായിരിക്കും. പക്ഷേ ആ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു മടുത്തിരിക്കുന്നു. നമ്മൾക്ക് പുതിയ കുറേ കാഴ്ചകളാണ് കാണാനുള്ളത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്രൈസ്തവ സമൂഹം ജാഥ നടത്തുകയാണ്, പ്രതിഷേധ പ്രകടനം നടത്തുകയാണ്. അല്ലയോ സംഘപരിവാറെ, നിങ്ങൾ ഞങ്ങളെ ഇത്രയധികം സ്നേഹിക്കല്ലേ, നിങ്ങൾ ഞങ്ങളെ സ്നേഹിച്ച് ഇങ്ങനെ വീർപ്പ് മുട്ടിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധ പ്രകടനമാണ് ഈ കാണുന്നത്. വീണ്ടും പറയുകയാണ് സ്റ്റോപ്പ് വയലൻസ് അഗെയിൻസ്റ്റ് ക്രിസ്ത്യൻസ്. ഞങ്ങൾ ഈ ക്രിസ്ത്യൻസിനെ ഈ പറയുന്ന സ്നേഹിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, സംഘപരിവാര നിങ്ങൾ ഞങ്ങൾ ഇങ്ങനെ സ്നേഹിച്ച് വീർപ്പ് മുട്ടിക്കുന്ന പരിപാടി ഒന്ന് നിർത്തൂ എന്നാണ് ഇവർ പറയുന്നത്. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സംഘപരിവാർ ഭുവനേശ്വരിലെ ക്രൈസ്തവരെ സ്നേഹിക്കുന്ന കാഴ്ചയാണ്. ക്രൈസ്തവ ദേവാലയത്തിൽ കയറി അവരുടെ ആ സ്നേഹപ്രകടനം നടത്തിയതിൻ്റെ ബാക്കി പത്രമാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത്. ഈ കാണുന്നത് സംഘപരിവാർ ഒറീസയിലെ ക്രൈസ്തവരെ സ്നേഹിച്ചതിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത്. അവരുടെ ചർച്ചിൽ കയറിയിട്ടുള്ള ആ സ്നേഹപ്രകടനത്തിൻ്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ ഈ കാണുന്നത്. തീർന്നില്ല, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ന്യൂഡൽഹിയിൽ സംഘപരിവാർ ക്രൈസ്തവരെ സ്നേഹിച്ച കാഴ്ചയും അവരുടെ ദേവാലയത്തിൻ്റെ അകത്ത് കയറി ആ ഒരു സ്നേഹം പ്രകടിപ്പിച്ച കാഴ്ചയുമാണ് ഇപ്പോൾ ഈ പിക്ചറിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മധ്യപ്രദേശിൽ സംഘപരിവാർ ക്രൈസ്തവരെ സ്നേഹിക്കുന്ന കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ചർച്ചിൽ കയറിക്കൊണ്ട്, ചർച്ചിൻ്റെ മുകളിൽ കയറിക്കൊണ്ട് ആ സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. ഇത് കർണാടകയിലുള്ള സംഘപരിവാർ അവിടുത്തെ ക്രൈസ്തവരെ സ്നേഹിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഇവിടെയും ആ ചർച്ചിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് ആ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. ഇത് ഉത്തർപ്രദേശിലുള്ള സംഘപരിവാർ അവിടുത്തെ ക്രൈസ്തവരെ സ്നേഹിക്കുന്ന ആ കാഴ്ചയാണ് കാണുന്നത്. ചർച്ചിൻ്റെ അകത്ത് കയറി ആ സ്നേഹം പ്രകടിപ്പിച്ചതിൻ്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് സംഘപരിവാർ ക്രൈസ്തവ പാദ്രിമാരോട് കാണിക്കുന്ന സ്നേഹപ്രകടനമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരെ അങ്ങേയറ്റം സ്നേഹം കൊണ്ട് വാരി പുണരുകയാണ്. ഈ കാണുന്നത് മധ്യപ്രദേശിൽ സംഘപരിവാർ അവിടുത്തെ ക്രൈസ്തവ പുരോഹിതനെ സ്നേഹിച്ച് ഈ കോലത്തിലാക്കിയതിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഛത്തീസ്ഗഡിൽ സംഘപരിവാർ അവിടുത്തെ ക്രൈസ്തവ പാസ്റ്ററെ, ക്രൈസ്തവ പുരോഹിതനെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചതിൻ്റെ കാഴ്ചയാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് തെലുങ്കാനയിലുള്ള സംഘപരിവാർ അവിടുത്തെ ക്രൈസ്തവ പാതിരിയെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ച് അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഷെയ്ക്കിന ടെലിവിഷൻ പറഞ്ഞതുപോലെ തന്നെ ക്രൈസ്തവർ BJPക്ക് വോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ന്യായമാണ്. കാരണം അത്രമാത്രമാണ് സംഘപരിവാർ ക്രൈസ്തവരെ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ ഈ ക്രൈസ്തവ സമൂഹത്തെ ഇങ്ങനെ സ്നേഹിച്ച് അവരിങ്ങനെ വീർപ്പ് മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം എന്ന് പറയുന്ന സംഘടന 2023 പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിൽ പറയുന്നത് ഓരോ ദിവസവും ഇന്ത്യയിൽ 2 ക്രൈസ്തവരെ വീതം ഈ പറയുന്ന സംഘപരിവാർ ഇങ്ങനെ സ്നേഹിച്ച് വീർപ്പ് മുട്ടിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഇന്ത്യയിലുള്ള സംഘപരിവാർ ഇങ്ങനെ ക്രൈസ്തവ സമൂഹത്തെ സ്നേഹിച്ച് വീർപ്പ് മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടുത്തെ മുസ്ലിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ചെയ്യുന്നത് ഇവിടെയുള്ള ക്രൈസ്തവ സമൂഹത്തെ അവരെ ദ്രോഹിക്കുന്നു, അവരുടെ ചർച്ചുകൾ തല്ലിപ്പൊളിക്കുന്നു, മുസ്ലിങ്ങളുടെ കൊടി കൊണ്ടുവന്നിട്ട് ചർച്ചിൻ്റെ മുകളിൽ തൂക്കുന്നു, അവിടുത്തെ പാദ്രിമാരെ തല്ലി ആശുപത്രിയിലാക്കുന്നു. അല്ലേ, വളരെ ക്രൂരമാണ് ആ ചെയ്യുന്നത്. കാരണം ഇവിടുത്തെ മുസ്ലിങ്ങളൊക്കെ ക്രൈസ്തവരെ ചർച്ചിൽ പോകാൻ സമ്മതിക്കുന്നില്ല, അവിടുത്തെ ആരാധനാലയങ്ങളൊക്കെ തല്ലി തകർക്കുന്നു, പാസ്റ്റർമാരെ തല്ലി തകർക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും തങ്ങളെ സ്നേഹിച്ച് വീർപ്പ് മുട്ടിക്കുന്ന സംഘപരിവാറിനാണല്ലോ ഇവർ വോട്ട് കൊടുക്കേണ്ടത്. തീർച്ചയായിട്ടും ന്യായമുണ്ട്, നിങ്ങളാ പറയുന്നതിൽ ന്യായമുണ്ട്. നിങ്ങൾക്കൊരു ബിഗ് സല്യൂട്ട് തന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.